വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സിക്സ്ത്തിലെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എന്തെൻ്റെ കയ്യിലിരിക്കണേ ഫയൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ സിക്സ്ത്തിൻ്റെ റിസൾട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വർഷം ഞാൻ 7th ഗൈസ്. ഞാൻ ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. നല്ല മഴ വെറുതെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അല്ല, എൻ്റെ അച്ചാച്ചയുടെയാണ്. അച്ചാച്ചയുടെ ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ക്വൈറ്റ് ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ? പയോ ഇതെന്താ എൻ്റെ കയ്യിൽ? എൻ്റെ റിസൾട്ട് എല്ലാം ഇതിലുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. ഫസ്റ്റ് ഞാൻ നിങ്ങൾ കാണിക്കാതെ തന്നെ പറയാം, എല്ലാം പറയാവേ. ഞങ്ങൾക്ക് ഉള്ളത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് കോമൺ. എനിക്ക് എന്തുവായിരുന്നു, 80 ഫൈനൽ എക്സാം 80 വരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് മാത്സാണ് എപ്പോഴും കുറവുണ്ടാവാറുള്ളത്. പക്ഷേ ഞാൻ ICSE കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് റിപ്പോർട്ട് കാർഡ് ഔട്ട് ഓഫ് 100 കാണിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും എല്ലാ സബ്ജക്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്സിനാണ് കുറവ് എങ്കിലും, പക്ഷേ ഭയങ്കര കുറവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഔട്ട് ഓഫ് 100 90ലും 80ലും ഇടയ്ക്കായിരിക്കും നിൽക്കുക. ബാക്കി എല്ലാ സബ്ജക്റ്റും 90, 95 അബവ് ഒക്കെ ആയിരിക്കും. നല്ല മാർക്കായിരുന്നു എനിക്ക്. CBSE വന്നു കഴിഞ്ഞപ്പോൾ ഹാർഡാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ CBSE കൊള്ളത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് അവിടെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരും, ഇവിടെ ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഇനി നന്നായി പഠിക്കണം. എന്നാലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചതിൻ്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെയും ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ഫിഫ്ത്തിലാണ് ഞാൻ CBSE മാറിയത്. 5th എൻ്റെ മാർക്കും 6th എൻ്റെ മാർക്കും വെച്ച് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ ഇനി 7th ഇമ്പ്രൂവ് ആവണം എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് 80 എനിക്ക് 74 ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷായിരുന്നു എൻ്റെ മൊത്തത്തിൽ എല്ലാം. ടോട്ടലി എനിക്ക് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്, ആൻഡ് ദാറ്റ് ഈസ് 74. അടുത്തത് ഹിന്ദിയിൽ എനിക്ക് 72 ആണ്. എനിക്ക് ഹിന്ദി അത്യാവശ്യം അറിയാം. തട്ടിക്കൂട്ടി ഹിന്ദിയൊക്കെ പറയാനും എഴുതാനും ഒക്കെ അറിയാം. പക്ഷെ അതൊന്നും ശരിയാവില്ലെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ ഹിന്ദി എനിക്ക് ഓക്കെയാണ്, ഭയങ്കര പാടായിട്ടൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. എങ്ങനെയൊക്കെ പോയാലും മലയാളത്തിന് മാർക്ക് കുറയത്തില്ല. 90 എൻ്റെ ബൗവേ വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വന്നാലും അങ്ങനെയാണ് വരാറ് എനിക്ക്. അപ്പം മലയാളത്തിന് എനിക്ക് 72. മലയാളത്തിനും ഹിന്ദിക്കും എനിക്ക് 72 തന്നെയായിരുന്നു. രണ്ടെണ്ണത്തിന് 72 ആയിരുന്നു. അടുത്ത മാത്തമാറ്റിക്സാണ്. മാത്സിൽ ഞാൻ പറയാലോ, എനിക്ക് ഔട്ട് ഓഫ് 80 57 ആയിരുന്നു. എനിക്ക് ഒരു നാണമില്ല അത് പറയാനായിട്ട്. ഞാൻ പറയും ഞാൻ ആരോട് ചോദിച്ചാലും പറയും എനിക്ക് മാത്സിൽ 57 ആയിരുന്നു, ഞാൻ മാത്സിന് പൊട്ടിയാണ്, ഞാൻ പൊതുവേ മാത്സിൽ വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. റീസൺ എനിക്കറിയത്തില്ല. അടുത്തത് സയൻസിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ചില സമയത്ത് സയൻസ് എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഓൾദോ മൈ മദർ ഈസ് എ സയൻസ് എക്സ്പേർട്ട്. പുള്ളിക്കാരത്തി കെമിസ്ട്രിക്കാരത്തിയാണ്. ഞാൻ സീരിയസ് ആയിട്ടും പറയുന്നത്, അമ്മ വർക്ക് ചെയ്യുന്നത് പ്ലാൻ ലിപ്പിഡ്സിലാണ്, കെമിസ്റ്റായിട്ട് ലാബിൽ. അപ്പോൾ സയൻസ് എനിക്ക് വലിയ സീനില്ല. ആൻഡ് സോഷ്യൽ സയൻസ് ഉള്ള കാര്യം പറയാലോ, 5ാം ക്ലാസ്സിൽ എനിക്ക് ആകെ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് മാത്സ് ആയിരുന്നു. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ സോഷ്യൽ സയൻസും കൂടെ ഉദിച്ചു. 67, 67 എന്നാ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് കുറഞ്ഞു. പഠിക്കണം, നന്നായിട്ട് തന്നെ പഠിക്കണം, എന്നാലാണ് മാർക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് അവസാനം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട്. പെർസെൻറ്റേജ് വരികയാണെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ 100 വരികയാണെങ്കിൽ
പെർസെൻറ്റേജിൽ ഇംഗ്ലീഷിന് 93, ഹിന്ദിക്ക് 92, മലയാളത്തിന് 91, മാത്തമാറ്റിക്സിന് 75, സയൻസ് 88, സോഷ്യൽ സയൻസ് 86. ഗ്രേഡ് ഞാൻ പറയാം. ഇംഗ്ലീഷിന് 3 A1, 1 B1, 2 A2. 3 A1, 2 A2, 1 B1. B1 മാത്സിന്, ബാക്കി എല്ലാത്തിനും A1, A2. എനിക്ക് ലാംഗ്വേജസിനാണ് ഞാൻ കൂടുതലും ഇപ്പോൾ കൂടുതലും എനിക്ക് അറിയാവുന്ന എനിക്ക് നല്ല മാർക്ക് കിട്ടാറുള്ളതും ലാംഗ്വേജസിനാണ്. അതായത് ആ 3 A1 ഉള്ളത് ലാംഗ്വേജസിനാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം A1 ആണ്. മാത്തമാറ്റിക്സിന് B1, സയൻസ് സോഷ്യൽ A2 ആണ് തന്നേക്കണേ. അപ്പോൾ പിന്നെ വരികയാണെങ്കിൽ വർക്ക് എഡ്യൂക്കേഷൻ A ആണ്, ആർട്ട് എഡ്യൂക്കേഷൻ A ആണ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ A ആണ്. പിന്നെ പാർട്ട് 3 ഡിസിപ്ലിൻ വരികയാണെങ്കിൽ A ആണ്. പിന്നെ പെർഫോമൻസ് ഗ്രാഫ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് പ്രൊമോട്ടഡ് ക്ലാസ് 7. സ്കൂളൊക്കെ തുറക്കാറായി. എൻ്റെ ഡിവിഷൻ ഞാൻ അറിഞ്ഞില്ല. അയ്യോ, എല്ലാവരുടെയും ഡിവിഷൻ പറഞ്ഞിട്ട് എൻ്റെ ഹൃദയം അടിപ്പാണ്. ഇപ്പം ഞാൻ കുറച്ചൊന്ന് മെസ്സേജ് നോക്കി കഴിഞ്ഞപ്പോൾ എക്സ്ട്രല്ല 7C. ഞാൻ പറയാലോ, ഞാൻ ബുക്ക് വാങ്ങാൻ പോയി. ബുക്സൊക്കെ കിട്ടി എനിക്ക്. 7th സിലബസ് മാറിയതുകൊണ്ട് ടെക്സ്റ്റ് ബുക്സ്, മെയിൻ സബ്ജക്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കിട്ടി. ബില്ലിലാണ് നമ്മൾ ഈ ഡിവിഷൻ എഴുതുന്നത്. എൻ്റെ പേര് ലിസ്റ്റിൽ എവിടെയും കണ്ടില്ല. സോ എനിക്ക് ബുക്കേ കിട്ടിയിട്ടുള്ളൂ. ബില്ലിൽ എൻ്റെ ഡിവിഷൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എൻ്റെ ഡിവിഷൻ ഏതാണെന്നുള്ളത്. ബാക്കി ഞാൻ പറയാം ആരൊക്കെയാണെന്നുള്ള. ഫിയോണ മാത്രം 7A പോയി. പിന്നെ ആരാ? എൻ്റെ പെണ്ണുങ്ങളെല്ലാവരും 7Cയിലാണ്. തപസ് 7C, എസ്ട്രല്ല 7C, നേഹ 7C. ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എസ്ട്രല്ലയും 7C. പക്ഷേ ഫിയോണ 7A. എന്ത് പറ്റിയെന്ന് ആർക്കറിയാം. ഞാനവിടെ 7C ആയാൽ മതി. എനിക്ക് 7C മതി. എനിക്ക് അവരത്ര മതി. വിഷമമാണ്. എല്ലാവരും പറയണേ, എല്ലാവരും എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എസ്ട്രല്ലയും കൂടെ 7C ആയില്ലേ, അപ്പം നോറ നീ പേടിക്കണ്ട, നീ 7C ആവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഞാൻ ഏത് ഡിവിഷനാണ്. എനിക്ക് 7C ആയാൽ മതി. കഴിഞ്ഞ വർഷം ഞാൻ 6C ഞങ്ങൾ പറയായിരുന്നു 6Cയിലുള്ള എല്ലാവരും 7Cയിലേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കാണിച്ചു തരാം. വെയിറ്റ്. ഇതാണ് കേട്ടോ എൻ്റെ റിപ്പോർട്ട് കാർഡ്സ്. ഇംഗ്ലീഷിന് 74, ഹിന്ദിക്ക് 72, മലയാളത്തിന് 72, മാത്സിന് 57, സയൻസിന് 70, സോഷ്യൽ സയൻസിന് 67. പെർസെൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷിന് 93, പിന്നെ ഹിന്ദിക്ക് 92, മലയാളത്തിന് 91. എന്താണെന്നാണ് ഞാൻ ആലോചിക്കണേ. കാരണം ഇവിടെ വരും. ഇതാണ് കാരണം. ഓക്കെ, മനസ്സിലായി. പിന്നെ സയൻസ് വരികയാണെങ്കിൽ 88, സോഷ്യൽ സയൻസിന് 86 വന്നു. പിന്നെ ഇവിടെ ഗ്രേഡ് കാണിക്കുന്നു. ഇംഗ്ലീഷ് A1, ഹിന്ദി A1, മലയാളം A1, മാത്സ് B1, സയൻസ് A2, സോഷ്യൽ സയൻസ് A2. പിന്നെ പാർട്ട് 3 ഇവിടേക്ക് അയ്യോ ഞാൻ ഒരെണ്ണം മറന്നു കേട്ടോ. അഡീഷണൽ സബ്ജക്ട്സിൽ AI ഉണ്ടായിരുന്നു, IT കമ്പ്യൂട്ടർ. അതിൽ ഔട്ട് ഓഫ് 50 ആണ് ഞങ്ങൾക്ക് മാർക്ക് വരുന്നത്. അതിന് എനിക്ക് 47 കിട്ടി, ഇൻക്ലൂഡിങ്. അതായത് ആ 47 വരുന്നത് സത്യത്തിൽ ഇതിലാണ്. ഞാൻ പറയാം. ഒറ്റ മിനിറ്റ്. എനിക്കിപ്പോൾ അഡീഷണൽ സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ, അതായത് കമ്പ്യൂട്ടറിനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. മറ്റേതല്ല, മെയിൻ സബ്ജക്ട്സിൽ എനിക്ക് ഇംഗ്ലീഷിനാണ് മാർക്കുള്ളത്. IT കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ITക്കാണ് മാർക്ക് കൂടുതൽ. അതായത് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 94 ഉണ്ട് എനിക്ക്. ഇംഗ്ലീഷിൽ എനിക്ക് 93 ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് 50ൽ 47, അതായത് ആ 47 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 20 ഔട്ട് ഓഫ് 20ൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കലും കൂടെ നടത്തുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സ്ക്രാച്ച് ആയിരുന്നു പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആ സ്ക്രാച്ച് ചെയ്ത് ഞങ്ങൾക്ക് എനിക്ക് മാർക്ക് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതും കൂടെ വന്നിട്ടാണ് എനിക്ക് ഇതും കൂടെ വന്ന് എല്ലാം കൂടെ മിക്സായി ഇപ്പോൾ ഇത്രയും കിട്ടി, 47. അപ്പോൾ A1 ആണ് അതിനും. പിന്നെ വർക്ക് എഡ്യൂക്കേഷനും ആർട്ട് എഡ്യൂക്കേഷനും ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനും ഡിസിപ്ലിനും A തന്നെയാണ്. പിന്നെ പെർഫോമൻസ് ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടോ? സോറി, വെയിറ്റ്. ക്ലാസ് ആവറേജ് ബ്ലൂ കളറാണ്.
ക്ലാസ് ടോപ്പ് റെഡ് കളറാണ്, സ്റ്റുഡൻറ്റ് ഗ്രീൻ കളറാണ്. എൻ്റേത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് ഞാൻ ടോപ്പാണ്, ഹിന്ദിക്ക് ഞാൻ ടോപ്പാണ്, മലയാളത്തിന് ടോപ്പാണ്, മാത്സിന് ഞാൻ ടോപ്പാണ്, സയൻസിന് ഞാൻ ടോപ്പാണ്, SS-നും ഞാൻ ടോപ്പാണ്, സോഷ്യൽ സയൻസ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഫൈനലി ഇതാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വെയിറ്റ്, ഞാൻ എന്നെ കാണിച്ചുകൊണ്ട് പറയാതെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ റിസൾട്ട് എല്ലാവരും കണ്ടല്ലോ. ഇതാണ് എൻ്റെ റിസൾട്ട്, 6th റിസൾട്ട്. ഇപ്പം ഞാൻ 7th ഇത് ഡിവിഷനാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുന്നേ വിഷമമാണ് എനിക്ക്, വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം എൻ്റെ കഴിവിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾ പറ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതും ആയില്ലേ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.